ഇന്നലെ കെ കരുണാകരന്റെ സമാധി മണ്ഡപത്തിൽ തൃശൂർ DCC പ്രസിഡന്റ് പ്രഖ്യാപിച്ച തൃശൂരിലെ സ്ഥാനാർത്ഥിയാണ് TM പ്രതാപൻ. പ്രതാപന്റെ പ്രചാരണം പ്രവർത്തനങ്ങൾ തുടങ്ങുകയാണ്, പുഷ്പാർച്ചന നടത്തിയെന്നാണ്. അത് നിഷേധിക്കുന്നുണ്ടോ? ശരിയാണ്. തൃശൂർ DC പ്രസിഡന്റ് പറഞ്ഞത് ശരിയാണ്. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ സ്ക്രീനിങ് കമ്മിറ്റി ഐക്യകണ്ഠേന കേരളത്തിലെ സിറ്റിംഗ് എംപിമാരെ എല്ലാവരുടെയും പേര് സ്ഥാനാർത്ഥിയായി നിർദ്ദേശിച്ചു എന്നുള്ളത് കൊണ്ട് സ്വാഭാവികമായും DCC പ്രസിഡന്റിന് PCC തീരുമാനത്തെ ആണ് മുഖവിലക്കെടുക്കുക. അദ്ദേഹം അത് പറഞ്ഞത് ശരിയുമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇന്നലെ ഞങ്ങൾ കമ്മിറ്റി ചേർന്നു, കൺവെൻഷനുകൾ തീരുമാനിച്ചു. ആ കൺവെൻഷനുകളുടെ തീരുമാനം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മുന്നോട്ട് പോവുകയാണ്. തയ്യാറമ്പിൽ രാമകൃഷ്ണൻ ഇന്നലെ പ്രഥമ നേതൃയോഗം ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. പാർട്ടി പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. പക്ഷേ കോൺഗ്രസിന് അന്തിമമായി സ്ഥാനാർത്ഥി തീരുമാനിക്കുക PCCയോ DCCയോ അല്ല, അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയാണ്. സ്ഥാനാർത്ഥി മാറ്റം അത് എത്രത്തോളം പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ടാക്കി? ഒരു ബുദ്ധിമുട്ടും ഒരിക്കലും ഉണ്ടാകില്ല. പാർട്ടി ഒരു തീരുമാനമെടുത്താൽ ആ തീരുമാനം നടപ്പിലാക്കുന്ന രീതിയിലേക്ക് ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകരുടെ മൈൻഡ് സെറ്റ്, ഭയങ്കരമായ പ്രസൻസ് ഓഫ് മൈൻഡ് സെറ്റ് 100% ഫില്ലായി നിൽക്കുകയാണ്. ഒരു സർപ്രൈസ് തൃശ്ശൂരിലേക്ക് വരുന്നു എന്നുള്ളതായിരുന്നു. അത്തരം ഒരു സർപ്രൈസ് എങ്ങനെയാണ് കാണുന്നത്? കാത്തിരിക്കൂ, മണിക്കൂറുകൾ കൂടി നിങ്ങൾ കാത്തിരിക്കൂ. താങ്കൾക്കൊരു നിയമസഭ സ്ഥാനാർത്ഥിയാക്കുമെന്നാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. ആര് പറഞ്ഞു? നിയമസഭയിലേക്ക് പോകാൻ ഇഷ്ടമാണ്? ആര് പറഞ്ഞു? നിയമസഭയാണ് ലോകസഭയാണ് ഇഷ്ടം? ഇതൊക്കെ ഞാൻ നിയമസഭയിൽ 15 വർഷം പ്രവർത്തിച്ച ആളാണ്, ലോകസഭയിൽ 5 വർഷം പ്രവർത്തിച്ച ആളാണ്. ഇതെല്ലാം പാർട്ടി പറഞ്ഞിട്ട് പ്രവർത്തിച്ച ആളാണ്. പഞ്ചായത്ത് മെമ്പറായിട്ട് 6.5 വർഷം പ്രവർത്തിച്ച ആളാണ്. എൻ്റെ പാർട്ടി എന്നോട് എന്ത് പറഞ്ഞാലും അതിനകത്ത് എനിക്ക് സെക്കൻഡ് ഒപ്പീനിയൻ വേറെ എടുക്കേണ്ട കാര്യമില്ല. എൻ്റെ ജീവൻ എൻ്റെ പാർട്ടിയാണ്. എൻ്റെ ജീവാത്മാവും പരമാത്മാവും എൻ്റെ പാർട്ടിയാണ്. എൻ്റെ പാർട്ടിയേക്കാൾ അപ്പുറത്ത് എനിക്ക് വേറെ ഒന്നുമില്ല. എൻ്റെ പാർട്ടി ചുമരെഴുതാൻ പറഞ്ഞാൽ ചുമരെഴുതും, പോസ്റ്റ് ഒട്ടിക്കാൻ പറഞ്ഞാൽ പോസ്റ്റ് ഒട്ടിക്കും, കൊടി കുത്താൻ പറഞ്ഞാൽ കൊടി കുത്തും, കൊടി പിടിക്കാൻ പറഞ്ഞാൽ കൊടി പിടിക്കും. പിന്നെ എൻ്റെ പാർട്ടി നാളെ ഏത് ചുമതല, ഏത് പ്രവർത്തനം നടത്താൻ പറഞ്ഞ ആ പ്രവർത്തനമൊക്കെ ഏറ്റെടുക്കും. കെ മുരളീധരൻ എന്ന നേതാവ് പണ്ട് തൃശ്ശൂരിൽ വന്ന് മത്സരിച്ച സമയത്ത് അന്നത്തെ കെ മുരളീധരൻ അല്ല ഇപ്പോഴത്തെ കെ മുരളീധരൻ, കുറെ കൂടി ശക്തനായ അഭിപ്രായമുണ്ടോ? തീർച്ചയായിട്ടും കെ മുരളീധരന് എൻ്റെ ഓരോ ദിവസവും കെ മുരളീധരൻ്റെ പൊളിറ്റിക്കൽ ഗ്രാഫ് നമുക്ക് കണ്ടാൽ മനസ്സിലാകും. ഒരു യഥാർത്ഥ ഒരു രാഷ്ട്രീയ ലീഡർ അനുഭവജ്ഞാനം ഉണ്ടാകുമ്പോൾ ഇങ്ങനെ ആ ഗ്രാഫ് ഉയർന്നു വരും. അല്ലാതെ താഴേക്കല്ലേ പോവുക. ചിലർ നേരെ BJPയുടെ പടുകുടിയിലേക്ക് താണു പോവുകയാണ്. അതിന് പകരം ശരിക്കും ആ സെക്കുലറിസത്തിൻ്റെയും കോൺഗ്രസിൻ്റെ അടിസ്ഥാന തത്വങ്ങളിലും അടിയുറച്ച് നിന്നുകൊണ്ട്, ആ നിലപാടിൽ നിന്നുകൊണ്ട് കെ മുരളീധരൻ്റെ ഗ്രാഫ് ഓരോ വർഷവും ഓരോ ദിവസവും എന്നോണം ഉയർന്നു വരുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ആ ഒരു ലീഡർ എന്ന നിലയിൽ കെ മുരളീധരൻ ഏറ്റവും ഉന്നതമായ നേതൃഗുണത്തിലെത്തിയ ആളാണ്. നേരത്തെ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും. കെ മുരളീധരനോട് ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് തൃശ്ശൂരിൽ മത്സരിക്കണമെന്ന്. അതത്രയും പൂർണ്ണ മനസ്സോടുകൂടിയാണ്. ഞാൻ എന്തെങ്കിലും കാര്യങ്ങൾ എൻ്റെ പാർട്ടി ലീഡർഷിപ്പിനോട് പറയുന്നുണ്ടെങ്കിൽ അത് ഞാൻ മാധ്യമങ്ങളോട് ഇപ്പോൾ വയ്ക്കുന്നില്ല. പക്ഷെ ഞാൻ എൻ്റെ പാർട്ടി ലീഡർഷിപ്പിനോട്, അത് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട നേതാവ് AICC സംഘടനാ ചുമതല ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, അതേപോലെ പ്രതിപക്ഷ നേതാവ് APCC പ്രസിഡന്റ്, ഇവരോടൊക്കെ ഞാൻ എന്തെങ്കിലും ഒരു അഭിപ്രായം പറയുന്നുണ്ടെങ്കിൽ അത് ഞാൻ മനസ്സിൽ തട്ടി പറയുന്നത് തന്നെയാണ്. എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് ശ്രീ KC വേണുഗോപാൽ തന്നെയാണ്. അതോടൊപ്പം കെ മുരളീധരനോട് ഞാൻ വ്യക്തിപരമായ ആശയവിനിമയങ്ങൾ നടത്താറുണ്ട്. അതിപ്പോൾ ഏതായാലും നമുക്കിന്ന് AICCയിൽ ഔദ്യോഗിക പ്രഖ്യാപനം വന്നതിന് ശേഷം മാധ്യമങ്ങളുമായി ഞാൻ വീണ്ടും കാണാം. സതീശനാണോ താങ്കളെ നിയമസഭയിലേക്ക് കൂടുതൽ ആഗ്രഹിക്കുന്നത്? എന്നെ ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് എന്നെ ആഗ്രഹിക്കുന്നത് ഇപ്പോഴും പറഞ്ഞിട്ടില്ല. ആസ് ഇറ്റ് ഈസ് ഞാൻ AICC ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നത് വരെ തൃശ്ശൂരിലെ MP ആണ്. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ സ്ക്രീനിങ് കമ്മിറ്റി ശുപാർശ ചെയ്ത സ്ഥാനാർത്ഥിയായി ആ പട്ടികയിൽ തന്നെയാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതിന് ശേഷം ഞാൻ മാധ്യമങ്ങളോട് സംസാരിക്കാം.